എല്ലാവർക്കും ഒരു ഹായ് എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 126 അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നല്ലൊരു ദിവസം ആവട്ടെ. ഓക്കെ, എപ്പിസോഡിന്റെ ആദ്യം തന്നെ പ്രിൻസിപ്പ കൂടെ അങ്ങോട്ട് ടോപ്പ് 10-ലുള്ളവർ വരുവാണ്. അവിടെ ആയിട്ട് ശിവാനും ബാക്കിയുള്ളവരും ഉണ്ട്. അവർ വന്ന് നിൽക്കുമ്പോൾ മോക്കുവാണെങ്കിൽ ഒരുമാതിരി സംസാരം, ഇത്രേ ഉള്ളൂ പ്രിൻസിപ്പ കൂടെ എന്നും ഇതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന രീതിയിൽ ശിവൻ മനസ്സിലെ 3000 ബേണി ഫ്ലെയിം കിട്ടിയാൽ അവന്റെ കാര്യം തീരുമാനമാകും എന്ന രീതിയിലാണ് ശിവാൻ അവരോട് ഇത് ഗ്രേറ്റ് എൽഡർ ശിവലിംഗ് നിങ്ങളെ സ്റ്റാർ റീച്ചിലേക്ക് കൊണ്ടുപോകുന്നത് ആളാണ്. അവരോട് ഞാൻ പറയുന്ന ആരെങ്കിലും കേൾക്കാതിരുന്ന പുറത്താക്കും, ചിലപ്പോൾ കൊന്നും കളയും എന്ന് മോകുവിനെ നോക്കി അവർ സമ്മതിച്ച് ശിവാനി ടൈലി കൂടി പിന്നെ ഒരു പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോയി. അത് ചെയ്തു. അവർ ആദ്യം നിന്ന സ്ഥലത്ത് ഒരു പോർട്ടൽ വരികയും ചെയ്യുകയാണ്. അവർക്ക് നന്ദി പറഞ്ഞ് വരാനായിട്ട് പറയുകയും ചെയ്ത് അയാൾ പോയി. അതിന്റെ പറയുന്നതിന് മോക്കും ബാക്കിയുള്ളവർ അകത്തേക്ക് പോവുകയാണ്. പിന്നെ ശിവാനും അവർ പോയപ്പോൾ ശിവാൻ അവരോട് ഇന്ന് മുതൽ എല്ലാവരും നല്ലവണ്ണം ഫോക്കസ് ചെയ്യണം. ശിവാനിയപ്പോൾ പ്രിൻസിപ്പ കൂടെ അലർട്ടായിട്ട് തന്നെയാണ് ഉള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്തും. ടൈലിയും ശിവൻ എല്ലാം സ്മൂത്തായിട്ട് പോയാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹം. അവരകത്തേക്ക് പോകുന്നു. അതാണ് സ്റ്റാർ റീജിയൻ. അവർക്ക് അതിശയം കണ്ടിട്ട് ശിവൻ കയ്യിലുള്ള ഡ്രാഗന്മാർക്ക് അതിന് മാറ്റം വരുന്നത് അത് ക്ലോസ് ആയിട്ട് വരികയാണെന്നത് മനസ്സിലായി. ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് അവർ എത്തി എന്ന് പറയുകയാണ്. അവിടെ മുഴുവൻ എന്തോ കൊണ്ട് മറഞ്ഞു കിടക്കൊണ്ട് ശിവലിംഗ് ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അവർ തന്നെ അവിടെ മറഞ്ഞു കിടന്നത് മാറാനായിട്ട് തുടങ്ങി. ചങ്ങല പോലുള്ളതൊക്കെ കാണുന്നുണ്ട്. എന്തിനെ കെട്ടി വെച്ചേക്കുന്ന ഒരു ഫോർമേഷൻ, അത് ആ ഡ്രാഗൺ തന്നെയാണ്. തല, ബോഡി, വലി എല്ലാം കണ്ട് അതിന്റെ യഥാർത്ഥ രൂപം കാണിക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. അതാണ് യഥാർത്ഥ 3000 ബേണി ഫ്ലെയിമിന്റെ രൂപം. ശിവൻ ആ ഫ്ലെയിമിനെ കണ്ട് അത് ഭീമാകരമായ ഒന്ന് തന്നെയായിരുന്നു. വാട്ടവർ അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ സീല് അത് കണ്ട് ചെയ്യാൻ പറഞ്ഞത് സത്യമാണ്. അതിന്റെ ഉള്ളിലെ ഡ്രാഗൺ സീലുമാർക്കുണ്ട്. അവരോട് ഇതിപ്പോ ഡീപ്പ് സ്ലീപ്പിലാണ് ഉള്ളത്, സീൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ഇത് യൂസ് ചെയ്യാൻ. വേറെ എന്തെങ്കിലും കാണിക്കാൻ നിന്നാ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ശിവൻ ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ അവനോട് പോകാനായിട്ട് പറഞ്ഞു. അവന് ഓക്കെ പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കണം. മൂവും എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അതിന്റെ അടുത്തെത്തിയത് വളരെ സ്ട്രോങ് ആയ ഡ്രാഗൺ പ്രഷർ. ഒരു ഫ്ലെയിം ഇത് എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് അതിശയാണ് അവനോട് അവന്റെ കൈ ആ ഹെഡിൽ വെക്കാനായിട്ട് പറഞ്ഞ്. ഫ്രണ്ടിലായിട്ട് ഒരു ഫോർമേഷൻ ഉണ്ട് ആ ഹെഡ് ഭാഗത്ത്. അതാണ് 3 എൽഡേഴ്സ് സീൽ ചെയ്ത് വെച്ചത്. ആ സീലിന്റെ പവർ അവൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അവൻ കണ്ണുറങ്ങുമ്പോൾ വേറൊരു സ്ഥലത്ത് അവന് മനസ്സിലായില്ല. അവിടെയാണ് ഒരു വോയിസ്, മരിക്കാൻ പേടിയില്ലാത്ത ഒരുത്തം വന്നിട്ടുണ്ടല്ലോ, ഹ്യൂമൻസ് വളരെ അത്യാഗ്രഹിയാണ്, എത്ര കിട്ടിയാലും പിന്നെ പിടിച്ചെടുക്കാൻ നോക്കും. ശിവവേദന എക്സിസ്റ്റൻസ് ആൾറെഡി ഉള്ളത് ആയ പവേഴ്സ് മനസ്സിലാക്കി ഉപയോഗിക്കണം, തടയാൻ നോക്കരുത്. ഞാൻ പിടിച്ചു എടുക്കാൻ വന്നതല്ല, കോപ്പറേറ്റ് ചെയ്യാൻ വന്നതാണ്. അതിട്ട് കോപ്പറേറ്റ് അതിന് വൃത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔറ. ഹ്യൂമൻസിന്റെ ഹിസ്റ്ററി വഞ്ചനയുടെയും അത്യഗ്രഹത്തിന്റെയും ആവർത്തനം മാത്രമാണ്. ഹ്യൂമൻസിനോട് ഇത്രയധികം ദേഷ്യം, ഈ ചിന്ത ഫാസ്റ്റിൽ എന്തോ നടന്നു എന്നതാണ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോൾ അവൻ പറയുന്നുണ്ട്. എത്ര ഡീപ്പ് ഡാർക്ക്നെസ്സിലേക്ക് പോയാലും ഒരു ധീരന് തിരിച്ചറിയാൻ ഒരു ചെറിയ ലൈറ്റ് മതി. അത് കേട്ട് ധീരനോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് നീ യഥാർത്ഥ ഫ്ലെയിം ആണ് എന്ന് പറഞ്ഞ് അത് വിടുന്നു. യഥാർത്ഥ 3000 ബേണി ഫ്ലെയിം അത് അവന്റെ ഗ്രീൻ ഫ്ലെയിം വെച്ച് തടഞ്ഞു, ഒരു ഷീൽഡ് പോലെ. അപ്പോഴാണ് അവന് മനസ്സിലായ ഫാലൻ ഹാർട്ട് ഫ്ലെയിം ഇതിന്റെ മുൻപിൽ ഒന്നുമല്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ സീല് മാറി അത് ആക്ടിവേറ്റ് ആയി ഒരു ഷീൽഡ് പോലെ മാറി. അതുകൊണ്ട് ഈ സീല് അത് ടൈഷു ഏൻസന്റെ ഡ്രാഗണിലേല് നിനക്കെങ്ങനെയാണെന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് ആ ക്ലാനിലുള്ള അല്ലെങ്കിൽ ആ ഏൻസന്റെ സെറ്റിലുള്ള ഫ്രണ്ട് എനിക്ക് തന്നാണ്. എനിക്ക് നിന്റെ മാസ്റ്ററിനെ അറിയാം, നീ വന്നത് ടൈൻഷു ഏൻസന്റെ ഡ്രാഗൺ ക്ലാനിൽ നിന്നുമാണ്. ആ സീല് കണ്ട് പാസ്റ്റില് അത് ചെറുതായിരുന്നപ്പോഴുള്ള കാര്യം ആലോചിക്കണം. അതൊരു കുഞ്ഞായിരുന്ന ടൈം. അതിന്റെ മാസ്റ്ററിനോട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരുന്ന് ഒരു അഡ്വഞ്ചറിൽ പോയി. ഈ ഹോം അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നെ കൊണ്ടുപോകാം. അതിന്റെ പേരാണ് ഡ്രാഗൺ ഐലൻഡ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കോണ്ടിനെന്റിൽ തന്നെ. ആ ഡ്രാഗൺ, ആ ഫ്ലെയിം ഡ്രാഗൺ, അതിനെ ഡ്രാഗൺ ഐലൻഡിൽ കൊണ്ടുപോകാൻ എന്ന വാക്ക് കൊടുത്തു. അത്ര ഹാപ്പി ഇരുന്ന ഒരു ദിവസം അതിനെ ഉപേക്ഷിച്ചിട്ട് പോയി. കാര്യം അറിയില്ല, എത്ര വിളിച്ചിട്ടും വന്നില്ല. എന്നെ ഡ്രാഗൺ ഐലൻഡിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് എനിക്കൊരു വീടുണ്ട് എന്നൊക്കെ. എന്നാൽ ശിവനെതിരെ ടൈസോ ഡ്രാഗൺ ക്ലാനിനും ഇതിനെ പറ്റി ആളെ പറ്റി ഒരറിവുമില്ല. എവിടെ പോയെന്നോ എന്തെങ്കിലും പറ്റിയോന്നോ ഒന്നും അറിയില്ല. ഞാൻ ഒരു വഴി ചിന്തിക്കാൻ നിന്നെ ഡ്രാഗൺ ഐലൻഡിൽ കൊണ്ടുപോകാം. എന്നാൽ ഉള്ളിൽ കിടക്കുന്ന സങ്കടവും ദേഷ്യവും റിവഞ്ച് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടമായിരുന്നു. ശിവനെ വാക്ക് കേൾക്കുന്നില്ല. പോകാനായിട്ട് പറഞ്ഞു. ശിവന് അതുകൊണ്ട് തന്നെ എടുക്കാൻ കഴിയുന്നില്ല. അവൻ പുറകോട്ട് പോയി. അവനൊരു കാര്യം മനസ്സിലായി, അത് ഇവിടെ ഒരുപാട് വർഷമായിട്ടുണ്ട്, ഇവിടെ ലോക്കാക്കി വെച്ചേക്കാണെന്ന്. അതിന്റെ ദേഷ്യം പ്രിൻസിപ്പ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ശിവലിംഗ് ചോദിക്കുമ്പോൾ ഫെയിലായി. അവൻ വരെ ഫെയിലായെങ്കിൽ വേറെ ആർക്ക് എടുക്കാനാണ്. സോക്കിന് മനസ്സിൽ ഹാപ്പി, അവന് കഴിഞ്ഞില്ല. എന്നല്ലേ മൂവ് എടുത്തത് പോകാൻ റെഡി ആകുമ്പോൾ ശിവലിംഗ് തടഞ്ഞു. എന്താ റിഗ്രറ്റ് ആണോ? നീ എന്തെങ്കിലും കാണിച്ചാ അതിന് ഞാൻ എന്തെങ്കിലും
കാണിക്കുമെന്നാണോ, അതെടുത്ത പിൽസ്ബഗയുടെ വലിയ പ്രോബ്ലം ഇല്ലാതാകില്ലേ എന്ന് പറഞ്ഞാണ് പോകുന്നത്. അവൻ പോകുമ്പോൾ ഉറപ്പായി എന്തെങ്കിലും കാണിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ശിവന് ബാക്കിയുള്ളവർ പോകുന്നുണ്ട്. അത് അവനും അറിയാം. അടുത്ത ആൾ വന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് വന്നവനെ പോലെയല്ല എന്തൊക്കെയാ പറയാനായിട്ട് തുടങ്ങി. അതെന്താണെന്ന് കാണിക്കുന്നില്ല. കുറെ നേരമായിട്ട് ഇതുമായിട്ട് വന്നില്ല. പെട്ടെന്നൊരു മാറ്റം. എല്ലാവരും ഒന്ന് ടെൻഷൻ ആയിക്കില്ലും. മോകുന് കഴിഞ്ഞില്ല. മോകുന് നല്ല ദേഷ്യമുണ്ട്. എന്താണ് പറഞ്ഞതെന്നും അറിയില്ല. ശൂലിംഗ് അവനോട് പോകാനായിട്ട് പറഞ്ഞു. കാവലിങ്ങനോട് പോകാനായിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് മോകു പുറകോട്ട് വന്നു. ചതിയില് വഞ്ചന പാടില്ല. അവൻ എന്തായാലും പൊട്ടിക്കുമെന്ന് അറിയാലോ. അതേപോലെ തന്നെ ചെയ്തു. ആ സീല് ബ്രേക്കാക്കി തടയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അതോടൊപ്പം തെറിച്ചു പോയി. പവർഫുള്ളായ ഔറ അത് വരാൻ തുടങ്ങി. ആൾറെഡി ചെറുപ്പം മുതൽ സീൽ ചെയ്ത് വെച്ചിരുന്ന പിൽസ്ബഗോട് അതിന്റെ മുഴുവൻ ദേഷ്യമുണ്ടല്ലോ. എന്നെ കുറെ നാള് എല്ലായ്പ്പോഴും സീൽ ചെയ്ത് വെച്ചാൽ കഴിയുമെന്ന് വിചാരിച്ചോ എന്ന് ടെറിഫിക്കേറ്റ് പറയണ. അത് സ്ലീപ്പിൽ നിന്ന് എഴുന്നേറ്റ് സീല് ബ്രേക്കിന് ആ സീൽ അത് ബ്രേക്കായി. അത് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ചങ്ങല ആ ഫോർമേഷൻ എല്ലാം വീക്കാകും. അത് പൊട്ടിച്ചാൽ കഴിഞ്ഞു. ശിവൻ ബാക്കിയുള്ളവരുടെ ആ ജേഡ് പൊട്ടിക്കാനായിട്ട് പറഞ്ഞു. മാസ്റ്ററിനെ ഇൻഫോം ചെയ്യുന്ന ഈ സീല് ശരിയാക്കാൻ നോക്കാം. അവർ എടുത്തു. അപ്പോൾ തന്നെ അടുത്തുള്ളവരത് വാങ്ങി. എനിക്ക് തുടക്കം മുതലേ ഇത് ശരിയല്ല എന്ന് തോന്നിയിരുന്നു എന്ന് പറഞ്ഞ ജേഡ് പൊട്ടിച്ചു. 4 പൊട്ടിക്കണമായിരുന്നല്ലോ. അവർ സോൾഹാളിൽ നിന്നുള്ളവരായിരുന്നു. സോങ്കുങ് അപ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റേഴ്സ് എന്തായാലും വരുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ അവർ സ്റ്റാർ റീജിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നൽകുന്ന ബാക്കിയുള്ള ഒരു സെൻഡാ സിറ്റിയിൽ നമ്മുടെ ആൾക്കാരെ തടയാൻ പോയി. ശിവൻ അത് കേട്ട് ഇവർക്ക് ആൾറെഡി എന്ത് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് അറിയാമായിരുന്നു. ശിവലിംഗ് ഈ സമയം ആ സീല് ശരിയാക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ അത് തടയുകയാണ് മൂവ് മുഴുവനായിട്ടും. ഇതുവരെ ബ്രേക്ക് ആയില്ല. ഇപ്പോൾ ശരിയാക്കിയാലും ടെമ്പററി ആയിട്ട് നിർത്താം. പിന്നെ മാസ്റ്റേഴ്സ് വന്നത് ശരിയാക്കാം. അതിന് വിടുന്നില്ല. മോബു ഇത് അവരുടെ പ്ലാനാണ്. അത് റൂയിനാക്കരുത്. ശിവലിംഗ് നിങ്ങളുടെ പ്ലാൻ ഷെൻഡാ സിറ്റി ഇത് കാരണം സാക്രിഫൈസ് ആകാൻ പിൽസ്ബഗോട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങി. അതവിടെ നടക്കുമ്പോൾ ഇപ്പോൾ സീല് ശരിയാക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ആകാൻ തുടങ്ങി. ഇത് പുറത്ത് നിന്നവർക്കും മനസ്സിലായി സീല് ബ്രേക്ക് ആകുന്നുണ്ടെന്ന്. അശ്വാൻ പറയുമ്പോൾ അവരുടെ മുഴുവൻ പവേഴ്സ് ഉപയോഗിച്ച് നോർമലാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു വഴി നോർമലാക്കി അവരുടെ പിൽസ്ബഗോട് മാപ്പ് നോക്കുമ്പോൾ സോൾഹാൾ വന്നതും അവിടെ ഫൈറ്റ് നടക്കുന്നതെന്നത് മനസ്സിലായി. ഇത്രയും പേര് എങ്ങനെയാണ് വന്നത് എന്ന അതിശയത്തെ നിൽക്കുകയാണ് ഷുവാനി. അകത്ത് എന്തോ പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. മൂവ സീര് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവർ പോകുമ്പോൾ ഷിയുവിന് ബാക്കുള്ളവരെ തടയാനായിട്ട് പോകുന്നു. സോങ്കുങ് ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നുണ്ട്. അവരുടെ ഫൈറ്റ് ഒരു വഴിക്ക്, മൂക്കു ഷുലിങ്ങിന്റെ ഫൈറ്റ് ഒരു വഴിക്ക്. നിന്നെ കൊല്ലു എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഫൈറ്റ്. ആ സീല് പൊട്ടിക്കാനായിട്ട് ആ ഡ്രാഗണും ഒരു വഴിക്ക് നോക്കുന്നുണ്ട്. ഡ്രാഗൺ എന്നാൽ 3000 ബേൺ ഫ്ലെയിം ആണ്. അത് മാറിപ്പോകണ്ട ഡ്രാഗൺ എന്നും പറയുന്നുണ്ട്. മൂക്ക് പറയുന്നുണ്ട് പിൽസ്ബഗോടേക്ക് ഈ ഫ്ലെയിമിനെ തടയാൻ കഴിയില്ല. അതെടുക്കാൻ കഴിയില്ല. സോൾഹാളിനെ തന്നെ തന്നേക്ക്. അത് നീ സ്വപ്നം കണ്ടാൽ മതി. മറ്റു 2 പേര് തടയാൻ നോക്കി ചങ്ങല വെച്ച്. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കിട്ടി. ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാൻ വന്നത് ഷിയോയെ തടയുന്നുണ്ട്. സോങ്കുങ്ങിന്റെ അറ്റാക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ആയിട്ടാണ് ഇത് കാവോയിങ് അറ്റാക്ക് കൊടുക്കുന്നത്. അതിനെ തടയാനായിട്ട് നോക്കുമ്പോഴാണ് ഷിയോയെ ഫ്ലിപ്പിംഗ് സീൽ കൊടുത്തത്. അതിൽ തീർച്ചയായും അങ്ങനെ അവരുടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. മറ്റേ 2 പേരുടെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം പോകുന്നുണ്ട്. പപ്പറ്റിനെ വെച്ച് 2 പേരും പിന്നെ ഫൈറ്റ് ചെയ്യണം. പപ്പറ്റ് മുൻപത്തെ പോലെയല്ല, ലെവല് കൂടി. അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. 2 പേരെയും ഇരിക്കുകയാണ്. പപ്പറ്റ് ഒരു പഞ്ച് കൊടുത്ത് ഷിയോയൻ റോളർ ടെക്നിക്കിലെ ആ സ്കില്ലും കൊടുത്തു. അങ്ങനെ അവർ 2 പേരെ സൈഡാക്കി. ഷൂലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ പോയി. ഈ സമയത്ത് അവരുടെ ഫൈറ്റ് അത് ഒരു വഴിക്ക് പോകുമ്പോൾ ഫൈറ്റിനിടയിൽ ഷിയോന്റെ അറ്റാക്ക് ഇത് തടഞ്ഞു. മൂവ് ഓൾറെഡി തളർന്നു പോയി എന്ന് മനസ്സിലാകാം. കാരണം കിതക്കുന്നുണ്ട്. ഷിയോനെ കണ്ട് ദേഷ്യം. ഷൂലിങ് പിന്നെ സീൽ ചെയ്യാനായിട്ട് പോയി. എങ്കിലും ആ ടൈം അത് കഴിഞ്ഞിരുന്നു. അതിന്റെ ഓവർ പവർ കാരണം ആ സീല് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ലോക്ക് ആക്കി ആ ചങ്ങല ഫോർമേഷൻ അതെല്ലാം ബ്രേക്ക് ആകാനായിട്ട് തുടങ്ങി. പയ്യെ അത് പൊട്ടാനും തുടങ്ങി. തുടരെ ആയപ്പോൾ തന്നെ ആ സീല് മുഴുവനായിട്ട് തന്നെ ബ്രേക്കായി. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3000 ബേൺ ഫ്ലെയിം ഫൈനലി ഫ്രീ ആയി. അതിന്റെ കൊലച്ചിരിയിൽ എല്ലാം ഉണ്ട്. പിൽസ്ബഗോടെ ഇല്ലാതാക്കാനും ഹ്യൂമൻസിനെ തന്നെ ഇല്ലാതാക്കാനും മോഗുന്റെ പ്ലാൻ സക്സസ് ആയി. എന്നാൽ ഷിയോയിൻ വന്നത് ആ ഫ്ലെയിമിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാവുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.